ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈദയോ സോഡയോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഗോതമ്പ് പൊടി കൊണ്ട് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പഴംപൊരി നമുക്ക് വീട്ടിലെങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ മോളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്നാക്ക് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം പഴംപൊരി തയ്യാറാക്കാനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ആട്ട, അതായത് ഹോൾ വീറ്റ് ഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും 100% ഹോൾ വീറ്റ് ഫ്ലവർ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിലോട്ട് ഇനി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പഴംപൊരിക്കൊക്കെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. പിന്നെ മധുരത്തിനായിട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹെൽത്തി ബുദ്ധ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഷുഗറാണ്. ഇത് ഓർഗാനിക് ഷുഗറാണ്. മാത്രമല്ല നമ്മുടെ യൂഷ്വൽ വൈറ്റ് ഷുഗർ അണ്ടർഗോ ചെയ്യുന്ന കെമിക്കൽ ബ്ലീച്ചിങ് പ്രോസസ്സ് ഒന്നും തന്നെ അണ്ടർഗോ ചെയ്യാത്ത ഒന്നാണ്. അപ്പോൾ ഈ ഹെൽത്തി ബുദ്ധയുടെ സൈറ്റിലുള്ള ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ബ്രാൻഡിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള കെമിക്കൽ പ്രോസസ്സ് അണ്ടർഗോ ചെയ്യാത്ത ഷുഗർ കിട്ടും, അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അൺറിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വൈറ്റ് ഷുഗർ തന്നെ ഉപയോഗിക്കാം. അടുത്തത് നമ്മുടെ ആ പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു വയർ വിസ്ക് ഉപയോഗിച്ചാണ് ഇതൊന്ന് മിക്സ് ചെയ്യുന്നത്. വയർ വിസ്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സായി കിട്ടും. മാത്രമല്ല ബാറ്റർ തയ്യാറാക്കുമ്പോഴും വയർ വിസ്ക് ആണെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിൽ വയർ വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലയോ ഉപയോഗിച്ച് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഇളം ചൂടുവെള്ളമാണ്. ഒരുപാട് ചൂടുള്ള വെള്ളം വേണ്ട, ഒരു ഇളം ചൂടുവെള്ളം മതി. അത് ഏതാണ്ട് 1 കപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ആ ബാറ്ററിൻ്റെ തിക്നെസ് കാണിച്ചു തരാം. അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അത്യാവശ്യം കുറച്ച് തിക്നെസ്സിൽ തന്നെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഒരുപാടങ്ങ് ബാറ്റർ ലൂസായി പോവുകയാണെങ്കിൽ നമ്മുടെ പഴംപൊരിക്ക് ശരിക്കും ടേസ്റ്റ് കിട്ടില്ല. മാത്രമല്ല ആ കോട്ടിങ് നമുക്ക് ശരിയായിട്ട് കിട്ടില്ല. അതായത് ഇപ്പോൾ 1 കപ്പ് വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിന് കറക്റ്റ് ആ ഒരു തിക്നെസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് വേണം നമുക്ക് വേണ്ടത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ദോശ ബാറ്ററാണ്. നമ്മുടെ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ അരച്ച് വെച്ചിരിക്കുന്ന മാവ്. ഒരുപാട് പുളിച്ച ദോശമാവല്ല, നമ്മുടെ തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പെയോ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മാവാണ്. ഇത് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പുളിച്ച ദോശമാവ് ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പഴംപൊരിക്ക് ആ ഒരു പുളി ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഈ ബാറ്റർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വയർ വിസ്ക് ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ പഴംപൊരി അകത്തൊക്കെ നല്ല സോഫ്റ്റും ഫ്ലഫിയും ആയിട്ട് നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്ക് ഈ ബാറ്റർ ഏതാണ്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കും. ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പഴം ഒന്ന് റെഡിയാക്കി വെക്കാം. പഴം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ലൈസ് ചെയ്തെടുക്കാം. നല്ല ചായക്കടയിലൊക്കെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് നീളത്തിലുള്ള പഴംപൊരിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ലൈസ് ചെയ്യാം. 2ആയിട്ട് നമ്മുടെ പഴം കട്ട് ചെയ്ത ശേഷം പിന്നെ അത് 3 സ്ലൈസസ് ആക്കി നമുക്ക് എടുക്കാം. നല്ല കുറച്ചും കൂടി വലിയ പഴമാണെന്നുണ്ടെങ്കിൽ 4 സ്ലൈസസ് വരെ നമുക്ക് ആക്കാവുന്നതാണ്. ഈ ഒരു തിക്നെസ് വേണ്ടത്. ഒരുപാട് തിക്കാവാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് തിന്നായിട്ടും പഴം സ്ലൈസ് ചെയ്ത് എടുക്കാൻ പാടില്ല.
ഇനി ഞാൻ ഈ പഴത്തിൻ്റെ ആ ഒരു പീസ് നമ്മുടെ ബാറ്ററിലൊന്ന് മുക്കി കാണിക്കാം. അത് കോട്ട് ചെയ്ത് വരുന്നത് കാണിച്ചു തരാം. നമ്മുടെ ഈ ബാറ്ററിൻ്റെ തിക്നെസ് ശരിയായാൽ മാത്രമേ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് വരണം. ഒരുപാട് ലൂസ് ആണെങ്കിൽ ഈ കോട്ടിങ് ശരിക്ക് നമ്മുടെ പഴത്തിൽ ഒട്ടിപ്പിടിക്കില്ല, അതങ്ങ് പെട്ടെന്ന് ഒലിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം ബാറ്റർ ഉണ്ടാവാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ പഴംപൊരി ഒന്ന് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു അയൺ കടായിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ പഴം ഓരോന്നായി ബാറ്ററിൽ മുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും പഴംപൊരി ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. നമ്മൾ പഴം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് മുങ്ങിക്കിടന്ന് വേണം ഫ്രൈ ചെയ്ത് വരാനായിട്ട്. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ഫ്ലഫിനെസ്സോട് കൂടിയുള്ള പഴംപൊരി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പഴം സ്ലൈസ് ചെയ്തപ്പോഴും ഈ ഒരു പകുതിക്ക് സ്ലൈസ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് വലിയ ചീനച്ചട്ടിയിൽ ഒരുപാട് എണ്ണയൊക്കെ വേണ്ടി വരും. പക്ഷേ ചെറുതായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അത്യാവശ്യം ചെറിയൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഉപയോഗിച്ച് തന്നെ നമുക്കിത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിലായിരുന്നു ഇതുവരെ, അതൊന്ന് മാറ്റി മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ പഴംപൊരി നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പഴംപൊരി പുറഭാഗം പെട്ടെന്ന് കരിയുകയും ഉള്ളിൽ വേകാതെയും ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലെയിം ഒരുപാട് അങ്ങ് കുറഞ്ഞു പോവുകയാണെങ്കിലും പഴംപൊരി ഭയങ്കര ഓയിലി ആയിട്ട് ഒരുപാട് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പഴംപൊരിയൊക്കെ നന്നായിട്ട് പഫ് ചെയ്ത് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പഴംപൊരി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് രണ്ട് സൈഡും കുക്ക് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കോരി മാറ്റാം. കാരണം നമ്മൾ കോരി മാറ്റി നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റിയ ശേഷവും ഇതിൻ്റെ കളറ് വീണ്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടി ഡാർക്ക് ആവും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ മാറ്റുമ്പോഴാണ് നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബാച്ചും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ മോളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്നാക്സ് ആണ് പഴംപൊരി എന്ന് പറയുന്നത്. നേന്ത്രപ്പഴം നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിനിങ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ അത് പല കുട്ടികളും മറ്റ് ഫോംസിൽ കൊടുക്കുകയാണെങ്കിൽ കഴിക്കില്ല. എന്നാൽ പഴംപൊരി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ മിക്ക കുട്ടികൾക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലാണെങ്കിൽ നമ്മൾ ഗോതമ്പ് മാവൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, മൈദയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ തികച്ചും ഹെൽത്തി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈവനിങ് സ്നാക്സ് തയ്യാറായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ നല്ല ചൂട് ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂട് ചായയോടുകൂടി ഞങ്ങൾ പഴംപൊരിയും ഇതുപോലെ തന്നെ മോള് ഒരു ഗ്ലാസ് പാലും പഴംപൊരിയുമാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.